കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെല്ലാവരും നയിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം ഞങ്ങളിലേക്ക് പകരണമേ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിഗ്രഹ ആരാധനയെക്കുറിച്ചാണ്. 1 കൊരിന്തോസ് 10-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: ആകയാൽ പ്രിയപ്പെട്ടവരെ, വിഗ്രഹ ആരാധനയിൽ നിന്ന് ഓടി അകലുവിൻ. വിവേകമതികളോടെന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ വിധിക്കുവിൻ. വിവേകമതികളോട് എന്നതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിഗ്രഹ ആരാധനയിൽ നിന്ന് ഓടി അകലണം. നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന വിഗ്രഹങ്ങൾ. 1 കൊളോസ്സോസ് 3:5 പറയുന്നു, ദ്രവ്യാസക്തി തന്നെയാകുന്ന വിഗ്രഹ ആരാധന. പണത്തോടുള്ള അമിതമായ ആസക്തി, പണം നേടുവാനുള്ളതായ ആ വ്യഗ്രത, അത് വിഗ്രഹ ആരാധനയാണ്. പണത്തെ സ്നേഹിക്കുക, പണം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ ഒരു തിന്മയായിട്ട് വളരുക, പണം നേടാൻ വേണ്ടി ഏത് പാപകരമായ മാർഗങ്ങളും ചെയ്യുക, ഏത് പാപത്തിലും ജീവിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും പണം സമ്പാദിക്കുക, ഇത് വിഗ്രഹ ആരാധനയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, ദ്രവ്യാസക്തി തന്നെയാകുന്ന വിഗ്രഹ ആരാധന. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ വന്ന് എൻ്റെ മുമ്പിലിരുന്നു. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അവിടെ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ഉന്നതന്മാരായ ആളുകൾ എൻ്റെ മുൻപിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്കുണ്ടായി. ദൈവം എസെക്കിയേലിലൂടെ സംസാരിക്കാൻ ആരംഭിച്ചു. തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ബഹുമാന്യരായ ഉന്നതരായ വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എസെക്കിയേലിലൂടെ സംസാരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് വലിയ ഒരു അരുളപ്പാട് ലഭിച്ചു. മനുഷ്യപുത്ര, ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ? മനുഷ്യപുത്ര, ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അപ്പോൾ ഈ എസെക്കിയേൽ പ്രവാചകൻ്റെ മുൻപിൽ ഇരിക്കുന്ന ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളുണ്ട്. അത് വിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് വിഗ്രഹം. വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നമ്മൾ യേശുക്രിസ്തുവിന് പ്രഥമ സ്ഥാനം കൊടുക്കാതെ, അല്ലാതെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാതെ മറ്റ് എന്തിനൊക്കെ നമ്മൾ സ്ഥാനം കൊടുക്കുന്നു. അത് വ്യക്തികളാകാം, പ്രസ്ഥാനങ്ങളാകാം, സൂപ്പർ സ്റ്റാറുകളാകാം, ഫുട്ബോൾ താരങ്ങളാകാം, അല്ലെ പണമാകാം, അല്ലെ പ്രശസ്തിയാകാം, എന്തുമാവട്ടെ. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ യേശുവിന് സ്ഥാനം കൊടുക്കാതെ എന്തൊക്കെ 1-ാം സ്ഥാനത്തേക്ക് നിറയ്ക്കുന്നുവോ അതാണ് വിഗ്രഹ ആരാധന. ഇവിടെ പറയാണ്, ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹം എന്താണ്? അതൊരു പക്ഷേ ധനമാകാം, വ്യക്തികളാകാം, നമ്മുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ ആരുമാകാം, എന്തുമാകാം, ചിലപ്പോൾ ജോലിയാകാം. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് അങ്ങനെ പോകുന്ന പോക്ക് അത് വിഗ്രഹ ആരാധന തന്നെയാണ്. നമ്മുടെ ഹൃദയത്തിൽ യേശുവിന് പ്രഥമ സ്ഥാനം കൊടുക്കുകയും യേശുവിനെ ആരാധിക്കുകയും ചെയ്യണം. ഇവിടെ ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടാവുകയാണ്, ഈ ശ്രേഷ്ഠന്മാർ, നിൻ്റെ മുൻപിലിരിക്കുന്ന ഈ ശ്രേഷ്ഠന്മാരായ ഇസ്രായേലിലെ ഉന്നതരായ ഇവിടെ ഹൃദയം നിറയെ വിഗ്രഹങ്ങളാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നു, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും
പാപഹേതുക്കൾ കൺമുമ്പിൽ തന്നെ വച്ചുകൊണ്ടും പ്രവാചകനെ സമീപിക്കുന്ന ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിനനുസൃതമായി കർത്താവായ ഞാൻ തന്നെ ഉത്തരം നൽകും. അവർ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവരുടെ കൺമുമ്പിൽ പാപഹേതുക്കളുണ്ട്. കാരണം അവർ ചെയ്യുന്ന പാപങ്ങൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ അവരുടെ കൺമുമ്പിൽ തന്നെയുള്ള പാപം, അവരുടെ ഹൃദയത്തിലുള്ള പാപം, അവർ ചെയ്യുന്ന പാപം അതവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അവിടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ, ഇവിടെ പറയുകയാണ് വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ വ്യത്യസ്തമായ വിഗ്രഹങ്ങളുണ്ട്. അത് വ്യക്തികളാകാം, അല്ല ചിലരോടുള്ള വലിയ കടുത്ത സ്നേഹമാകാം, അല്ലെങ്കിൽ പ്രശസ്തിയോടുള്ള താല്പര്യമാകാം. ഏത് അധാർമിക മാർഗത്തിലും പണം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യമാകാം. മറ്റുള്ളവരെ തകർത്ത് കളയുന്ന ചിന്താഗതികളാകാം. എന്തുമാവട്ടെ, അവ വിഗ്രഹങ്ങളുടെ ആധിക്യം മൂലം ഹൃദയം നിറഞ്ഞിരിക്കുന്നുവെന്ന് പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഇസ്രായേൽ ഭവനത്തിലെ ഓരോ അംഗത്തിനും അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് അനുസൃതമായി കർത്താവായി ഞാൻ തന്നെ ഉത്തരം നൽകും. വിഗ്രഹത്തിൻ്റെ ബാഹുല്യത്തിന് അനുസൃതമായിട്ട്. അപ്പോൾ അനേക തലത്തിൽ ഹൃദയം നിറയെ, മനസ്സു നിറയെ വ്യത്യസ്തമായ വിഗ്രഹങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഹൃദയത്തിലോ മനസ്സിലോ ഇല്ല. അവിടെ ലോകമാണ്, അല്ല വ്യക്തികളാണ്. വിഗ്രഹങ്ങൾ നിമിത്തം എന്നിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ഭവനത്തിലെ ഹൃദയങ്ങളെ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അത്. വിഗ്രഹങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ട് എന്നിൽ നിന്ന് അവർ അകന്നുപോയിരിക്കുക. ദൈവത്തിന് മാത്രം നമ്മൾ ഹൃദയത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. ഈ ലോകത്തിലോ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്കോ നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കരുത്. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, പശ്ചാത്തപിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് അകലുകയും മ്ലേച്ഛതയിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. അവിടെ പറയാം, പശ്ചാത്തപിക്കാൻ പറയുക. പശ്ചാത്തപിച്ച് മ്ലേച്ഛതകളിൽ നിന്ന് പിന്തിരിയുക. വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുക. അപ്പോൾ നിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ അതെന്താണോ അത് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുവാനായിട്ട് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 1 കൊരിന്തോസ് 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം പറയുന്നു, നമുക്ക് ഒരു നാഥനേയുള്ളൂ, നമുക്ക് ഒരു ദൈവമേയുള്ളൂ. ആരാണോ സർവ്വവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്, ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവ്വവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശു ക്രിസ്തു. ഒരു കർത്താവേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ, ഒരു നാഥനേയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശുവിനെ മാത്രമേ നിൻ്റെ ഹൃദയത്തിൽ നീ ആരാധിക്കുവാനായിട്ട് പാടുള്ളൂ. വിഗ്രഹ ആരാധനയിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്തിരിയുക. പശ്ചാത്തപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ വായിക്കുന്നു അപ്പസ്തോല പ്രവർത്തനത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 19-20 വചനങ്ങൾ. ദൈവത്തിലേക്ക് തിരിയുന്ന വിജാതിരെ നാം വിഷമിപ്പിക്കരുത്. ആ ദൈവത്തെ കണ്ടുമുട്ടുന്ന, ദൈവത്തെ അനുഭവിച്ചറിയുന്ന, യേശുവിനെ സ്വന്തമാക്കിയ വിജാതിരായിട്ടുള്ളവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ് സഭയിലേക്ക് വന്നിരിക്കുന്ന, സ്നാനം സ്വീകരിച്ച, അല്ലെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിൻ്റെ സാക്ഷ്യം കൊടുക്കുന്ന വിജാതിയരെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കരുത്, അവരെ ഒറ്റപ്പെടുത്തരുത്, അവരെ പരിഹസിക്കരുത്, അവരെ നമ്മൾ മാറ്റി നിർത്തരുത്. അവർ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അവരെയും നമ്മൾ സ്നേഹിക്കണം. അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്നതും വിഗ്രഹ ആരാധനയുടെ ഭാഗമായിട്ട് മാറുകയാണ്. എന്നാൽ അവർ
വിഗ്രഹ ആരാധനയെ സംബന്ധിക്കുന്ന മാലിന്യത്തിൽ നിന്നും, വ്യഭിചാരത്തിൽ നിന്നും, കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെട്ടവയിൽ നിന്നും, രക്തത്തിൽ നിന്നും അകന്നിരിക്കാൻ അവർക്ക് എഴുതണം. അതായത് ക്രിസ്തുവിലേക്ക് വന്ന വിജാതിയർ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ, അന്യ ദൈവങ്ങളുടെ രൂപങ്ങളോ ഒന്നും ആരാധിക്കാനായിട്ട് പാടില്ല. അതുമാത്രമല്ല, വ്യഭിചാരത്തിൽ നിന്ന് അവർ അകന്നു നിൽക്കണം. കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെട്ടവയിൽ നിന്നും, രക്തത്തിൽ നിന്നും, അതായത് വിഗ്രഹങ്ങൾക്ക് മൃഗങ്ങളെ പല വിധത്തിൽ ബലിയർപ്പിച്ച് രക്തം ചൊരിയുന്നുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അവയെക്കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങളോട് പറയുകയാണ്. തലമുറകൾക്ക് മുൻപ് തന്നെ എല്ലാ നഗരങ്ങളിലും മോശയുടെ നിയമം പ്രഘോഷിക്കുന്ന ചിലരുണ്ടായിരുന്നു. എല്ലാ സാമ്പത്തിലും സിനഗോഗുകളിലും അത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വിജാതിയരെ നമ്മൾ വേദനിപ്പിക്കാനായിട്ട് പാടില്ല. ക്രിസ്തുവിനെ അറിഞ്ഞവരെ നമ്മൾ മാറ്റി നിർത്തരുത്. ക്രിസ്തുവിനെ അറിയാത്തവരെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുത്ത് സ്നേഹിക്കുവാനാണ് പൗലോസ് അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പസ്തോലൻ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ക്രിസ്തുവിനെ ആരാധിക്കുവാനും നമുക്ക് ആവണം. അപ്പസ്തോല പ്രവർത്തനം 15-ാം അധ്യായത്തിൻ്റെ 28-29 വചനങ്ങൾ താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. ഇവിടെ ചില കാര്യങ്ങൾ അപ്പസ്തോലൻ പറയാൻ പോവുക. ആ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് അപ്പസ്തോലനായ പൗലോസിൻ്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവിടെ പറയുന്നു, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം. ഇവയിൽ നിന്ന് അകന്നിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. മംഗള ആശംസകൾ. ഇവിടെ അപ്പസ്തോലന് ദൈവാത്മാവിലൂടെ ശക്തമായ ഒരു നിർദ്ദേശം നൽകുകയാണ്. വിഗ്രഹങ്ങൾ കർപ്പിച്ച ഒരു വസ്തുക്കളും നമ്മൾ സ്വീകരിക്കുവാനോ ഭക്ഷിക്കുവാനോ പാടില്ല. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.